ഹായ് ഹലോ കൂട്ടുകാരെ, ഞാനിന്ന് വന്നേക്കുന്നത് ഓണവിശേഷങ്ങളാണ്. അപ്പോൾ ഓണത്തിന് നമ്മൾ എവിടെയാണ് പോയെന്നറിയാമോ? പത്മനാഭസ്വാമി പത്മനാഭപുരം കൊട്ടാരത്തിലാണ് നമ്മൾ പോയത്, ട്രിവാൻഡ്രത്തുള്ള. അപ്പം നമ്മുടെ ആ സ്ഥലം തന്നെയാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണം അങ്ങനെയാണ് ആഘോഷിച്ചത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, എൻ്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോന് വളരെ സന്തോഷമായി. അപ്പോൾ മോനെ കൊണ്ട് ആ ഒരു എന്താ പറയുക, ഹസ്ബൻഡും മോനുമായിട്ടൊക്കെ പോകാൻ കഴിഞ്ഞു. ഒത്തിരി സന്തോഷമായി. പിന്നെ ഞാൻ അവിടെ ചെന്നപ്പോൾ പുതിയതായിട്ടുള്ള ചെടികളൊക്കെ വന്നിട്ടുണ്ട് ഫ്രണ്ടിലായിട്ട്. സൂര്യകാന്തി ഞാൻ കണ്ടില്ലേ, നേരത്തെ നിങ്ങൾ കണ്ടില്ലേ ഫോട്ടോ ഒക്കെ എടുത്ത്, തെറ്റി, ഇതൊക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം പണ്ടൊക്കെ നമ്മൾ ഈ പത്മനാഭ കൊട്ടാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് ഈ സിനിമകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. സിനിമകളിലൊക്കെ ഒരു മിക്ക സിനിമാ ഷൂട്ടിങ്ങിലും ഈ ഒരു ഇത് നമുക്ക് കാണാൻ കഴിയും. പത്മനാഭപുരം കൊട്ടാരത്തിലാണ് വെച്ച് എല്ലാവരും ഷൂട്ട് ചെയ്യുന്നത്. ഒത്തിരി സന്തോഷമായി കേട്ടോ. കാരണം നിറച്ച് ചെടികളാണ്. അങ്ങ് അവിടെ കയറുമ്പോൾ തന്നെ നിറച്ച് ചെടികളാണ്. നമുക്ക് വേറെ എവിടെ പോയി കഴിഞ്ഞാലും എന്താ പറയുക, ആ ഒരു പ്രസൻറ്റ് ഫീലിംഗ് നമുക്ക് കിട്ടില്ല. അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസാണ്. പിന്നെ മോന് അവിടെ കളിക്കാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മോനെ ഈ ഇതുപോലുള്ള ഈ ഇതുണ്ടല്ലോ, ഇതിനകത്തൊക്കെ ആടുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ ആ ചേച്ചി കണ്ടില്ലേ, ആ ചേച്ചി ഒരു തമിഴ് ചേച്ചിയാണ്. അപ്പം ചേച്ചി അവിടെ നിന്ന് ഇവിടെ നമ്മുടെ ഓണം ആഘോഷിക്കാൻ വേണ്ടി ഇവിടെ ട്രിവാൻഡ്രത്ത് വന്നതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒത്തിരി സന്തോഷമായി. കാരണം നമുക്ക് കുട്ടികളുടെ ആ ഒരു ഓണാഘോഷം എന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ. പിന്നെ നമ്മുടെ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ സദ്യ ഒരുക്കി, പിന്നെ ഒരുപാട് പൂക്കളമൊക്കെ ഇട്ടു. അങ്ങനെയൊക്കെ ഭയങ്കര, പണ്ടൊക്കെ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കാട്ടിലൊക്കെ ഭയങ്കര ആഘോഷമായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നു, ഇപ്പോഴും ആഘോഷത്തിന് കുറവില്ല, എന്നാലും ആ പഴമയിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. അതൊഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓണം എന്നൊക്കെ പറയുന്നത് എന്താ പറയുക, അത്രയ്ക്കും മനോഹരമായിട്ടുള്ള ഒരു ഫീലിംഗ് തന്നെയാണ്. പിന്നെ ഇതിലൊക്കെ കെയറൊക്കെ ചെയ്തു മോന്. അപ്പോൾ മോൻ്റെ ഒരു വീഡിയോ ചെയ്യണം, എനിക്ക് എപ്പോഴും ആഗ്രഹമാണ്. എനിക്ക് മോൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ പല പ്രാവശ്യവും ഞാൻ ആഗ്രഹിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് അതിനൊരു അവസരം ഉണ്ടായത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രിവാൻഡ്രം വരികയാണെന്നുണ്ടെങ്കിൽ, വേറെ ഏത് ജില്ലയിലുള്ളതായാലും എവിടെയുള്ളതായാലും ശരി തന്നെ, ട്രിവാൻഡ്രം വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പത്മനാഭപുരം കൊട്ടാരത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും വരണം കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല രസമാണ്. നമുക്ക് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. കുട്ടികളെ കൊണ്ടുവരുമ്പോഴാണ് കൂടുതൽ നമുക്ക് ആ കുട്ടികൾക്കതിൽ എൻജോയ്മെൻറ്റ് കിട്ടുക. ഇതുപോലെയുള്ള ഇതൊക്കെ ഉണ്ട്, ഇതിലൊക്കെ നമുക്ക് കുട്ടികൾക്ക് ആ ഒരു സന്തോഷമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കൊണ്ടുവരാമെന്നുള്ളതാണ്. പിന്നെ ഇതിന് മുന്നേ കുറേ നാൾക്ക് മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ട്രഡീഷണൽ വീഡിയോസ് ഇടുന്നതിന് മുന്നേ ഞാൻ ഇതേപോലെ കോവളത്ത് പോയി. കോവളം ബീച്ചും ഇവിടെ ട്രിവാൻഡ്രത്ത് തന്നെയുള്ളതാണ്. അപ്പോൾ അവിടെ പോയിട്ട് ലൈറ്റ് ഹൗസിൽ കയറിയിട്ട് ലൈറ്റ് ഹൗസിലെയും അതുപോലെ കോവളം ബീച്ചിലെയൊക്കെ ഒരു വീഡിയോയും ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ. അപ്പോൾ മോനുവിൻ്റെ ഒരു ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് എല്ലാവരും കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. പിന്നെ അതുപോലെ തന്നെ ഞാനിതിൽ ശിവപുരാണം, ദേവി മഹാത്മ്യം, അതുപോലെ തന്നെ നാരായണീയം, അങ്ങനെയൊക്കെയുള്ള ക്ലാസ്സുകളൊക്കെ ഇട്ടിട്ടുണ്ട്. രാമായണം, അതൊക്കെ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും ദയവ് ചെയ്ത് എനിക്കൊന്ന് സപ്പോർട്ട് ചെയ്യണം. അല്ലാതെയുള്ള ഇങ്ങനെയുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ ഇതിന് മുന്നേ ഞാൻ ഇട്ട വീഡിയോയും ഓണത്തിൻ്റെ വീഡിയോ തന്നെ. ഓണത്തിന് ഞാൻ അമ്മയുടെ വീട്ടിൽ, എൻ്റെ നാട്ടിൽ ഞാൻ പോയായിരുന്നു. അപ്പം മോനെ കൊണ്ടുപോകാൻ പറ്റിയില്ല. കാരണം ഹസ്ബൻഡിനും കുറച്ച് തിരക്ക്, ജോബിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഹസ്ബൻഡിനെയും വരാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഹസ്ബൻഡ് വന്നില്ല. കുറുമ്പനാണ് കേട്ടോ മോൻ. അങ്ങനെ അവിടെ പോയിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോയും ഞാൻ നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ട്. ഞാൻ ജനിച്ചു വളർന്ന വീടും എൻ്റെ നാടും നാട്ടിലെ അമ്പലമൊക്കെ അതിനെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് ഉള്ളൊരു വീഡിയോ ഞാൻ ഇതിന്
ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതും കൂടി പോയി ഒന്ന് കാണണം കേട്ടോ. എന്നിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എനിക്ക് ഭയങ്കര ഒരു അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു പ്ലസൻറ്റ് ഫീലിംഗ് ആണ്. കാരണം നമ്മൾ എത്രയൊക്കെയായാലും ജനിച്ച് വളർന്ന ആ നാട്ടിൽ ചെല്ലുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷമായിരിക്കും അല്ലേ. നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ വിവാഹം കഴിച്ചുകൊണ്ട് വന്ന നാട്ടിലെക്കാട്ടിലും നമ്മൾ ജനിച്ച് വളർന്ന നാട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് അത്രയ്ക്ക് ഒരു സന്തോഷമായിരിക്കും. ഇതിലവരെ കയറാൻ കഴിയുന്നില്ല കേട്ടോ. ഇതിൽ പിടിച്ച് കയറണം. അങ്ങനെ ഹസ്ബൻഡ് ഇതുപോലെ താങ്ങി കൊടുക്കുകയാണ് അവന്. നല്ല രസമാണ്. എന്തായാലും കുട്ടികളുടെ കളിയല്ലേ, അത് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. കുട്ടികളുടെ കളിയായതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു നല്ല ഇൻട്രസ്റ്റ്, നല്ല തമാശ തോന്നും ചിലപ്പോഴൊക്കെ. ഞാനപ്പോൾ ഈ തമാശ തോന്നിയിട്ട് ഞാൻ ചിരിക്കാറുണ്ട്. അവിടെ ഇരുന്ന് എല്ലാവരും കൂടി ചേർന്നിരുന്ന് ഫോട്ടോയൊക്കെ എടുത്തായിരുന്നു. ഒത്തിരി സന്തോഷമായി. ഊഞ്ഞാലൊക്കെ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ കിട്ടിയതെന്ന്. കാരണം കുറച്ച് മുന്നേയൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഈ ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് കുറച്ച് തിരക്ക് കുറഞ്ഞായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു ഈ വർഷത്തെ ഓണം ആഘോഷിച്ചത്. അപ്പം ഓരോരുത്തരും ഓരോ ഇതിലായിരിക്കും ഓണം ആഘോഷിച്ചിട്ടുണ്ടാവുക അല്ലേ. അപ്പം ഞങ്ങളെ ഓണം ഇങ്ങനെയായിരുന്നു. ഒത്തിരി സന്തോഷമായി. പിന്നെ ഇതുപോലെ കറങ്ങുന്ന സംഭവമൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയും. കുട്ടികൾക്ക് ഭയങ്കര ഒരു ഇഷ്ടമായിരിക്കും ഇത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര അവരെ കൂടുതൽ എൻജോയ് ചെയ്യാനും അവരുടെ ബ്രെയിൻ വളർച്ചയ്ക്കും അവരുടെ ഇതിനും എല്ലാം നല്ലതായിരിക്കും. ഇത് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ആ പുഷ്പങ്ങളുടെയും ആ കൊട്ടാരത്തിൻ്റെയും ആ പത്മനാഭപുരം കൊട്ടാരം കാണുന്നതിന് നല്ല ഒരു ഇതിൻ്റെയൊക്കെ ഇത് നല്ല പ്ലസൻറ്റ് ഫീലിംഗ് ആയിരുന്നു. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ പോവാറുണ്ട്. പിന്നെ ഇത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അത്തപ്പൂക്കളം ഇട്ടതാണ്. പക്ഷെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും അതെല്ലാം പോയായിരുന്നു, കുറേയൊക്കെ പോയി. അപ്പോൾ അവിടെയും പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ വർഷത്തെ ഓണം എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു നമ്മുടെ ഈ വർഷത്തെ ഓണം. ഒത്തിരി എൻജോയ് ചെയ്തു. എല്ലാവർക്കും ഹാപ്പി ഓണം.